ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിലെ സുപ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ടാണ് അക്ഷമരായവരുടെ കയ്യിൽ നിന്നും പണം ക്ഷമയുള്ളവരുടെ കയ്യിലേക്ക് ഒഴുകുന്ന ഒരു പ്രതിഭാസമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നത്. അപ്പോൾ ഇത് സ്റ്റോക്ക് മാർക്കറ്റ് എന്നല്ല, ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് തന്നെ അനുഭവങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ കയ്യിലുള്ള സ്ഥലം കുറഞ്ഞ വിലക്ക് വിറ്റ് തികച്ചും അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ വാഹനങ്ങൾ വാങ്ങിക്കാനോ അതല്ലെങ്കിൽ വീട് വെക്കാനോ ഒക്കെ അങ്ങനെയുള്ള അൺപ്രൊഡക്റ്റീവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം പലരും പറയുന്ന ഒരു കാര്യമാണ്, അന്ന് കിട്ടിയ വിലക്ക് അത് വിറ്റത് വെറും വിഡിത്തമായി പോയി, ഇപ്പോൾ വലിയ തോതിൽ അതിൻ്റെ വില എസ്കലേറ്റ് ചെയ്തതായിട്ടൊക്കെ അതിശയോക്തികരമായ രീതിയിൽ പറയുന്നത് കേൾക്കാം. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലും ഇതേപോലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. സ്റ്റോക്ക് മാർക്കറ്റ് വളരെ സിമ്പിളാണ്. ഏതൊരു ബിസിനസ്സും പോലെയുള്ള ഒരു ബിസിനസ് തന്നെയാണ് അത്. അവിടെ നമ്മൾ ഒരു കമ്പനിയിൽ അവരുടെ ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ അറിയാത്ത ഒരു ബിസിനസ്സിലൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് യാതൊരുവിധ ഫണ്ടമെൻ്റൽസും അറിയാതെ ആ കമ്പനി ചെയ്യുന്ന ബിസിനസ് എന്താണെന്നറിയാതെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പണം നഷ്ടപ്പെടുത്തുന്നത് ഒരിക്കലും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ച ചോദ്യമാണ്, ഇപ്പോൾ ജിയോ ഫൈനാൻഷ്യൽസ് എന്തുകൊണ്ടാണ് താഴോട്ടേക്ക് പോകുന്നത്? കാരണം അവരുടെ സിമ്മും അതുപോലെ ജിയോയുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ വർദ്ധിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് ജിയോയുടെ ആ ഒരു ടെലികോം നെറ്റ്വർക്കും ജിയോ ഫൈനാൻഷ്യൽസും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ബിസിനസ്സിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ വിവരങ്ങളെങ്കിലും നമ്മൾ ശേഖരിക്കണം. എങ്കിൽ മാത്രമേ ഒരു സ്റ്റോക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുമോ ഇല്ലേ എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണെന്നും അതുപോലെ അവിടെ മൊത്തത്തിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെന്നതും ഉള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത്തരം അവസ്ഥകൾ പലപ്പോഴും മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇതാദ്യമായിട്ടൊന്നുമല്ല. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇതാണ്. ഇപ്പോൾ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഇവൻ്റാണ് യൂണിയൻ ബഡ്ജറ്റ്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ വരാൻ പോകുന്ന മേജറായിട്ടുള്ള തീരുമാനങ്ങൾ, അതുപോലെ മറ്റ് പോളിസി ചേഞ്ചസ്, അങ്ങനെയുള്ള പുതുതായി വരാൻ പോകുന്ന അനൗൺസ്മെൻറ്റുകൾ വളരെ ജാഗ്രതയോടെയാണ് മാർക്കറ്റ് വീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു നീക്കമാണ് മാർക്കറ്റിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഏതൊക്കെ സെക്ടേഴ്സ് ആയിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ബഡ്ജറ്റിന് മുമ്പുള്ള ഒരു മാസവും ബഡ്ജറ്റിന് ശേഷമുള്ള ഒരു മാസവും എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്ന് ഹിസ്റ്റോറിക്കലി ഉള്ള ഒരു ഡാറ്റ വെച്ച് നമുക്കൊന്ന് പരിശോധിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് തിരിച്ചറിയാനാവും. ഇപ്പോൾ 2013 മുതൽ 2024 വരെ 12 വർഷങ്ങളിൽ 15 ബഡ്ജറ്റ് സെഷൻസ് ഉണ്ടായിരുന്നു. 12 വർഷങ്ങളിൽ 3 ഇടക്കാല ബഡ്ജറ്റുകളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മൊത്തത്തിൽ 15 ബഡ്ജറ്റ് സെഷൻ നമ്മൾ 2013 മുതൽ 2024 വരെ കാണുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഒരു മാസം മുമ്പേ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത അവസരങ്ങൾ 9 പ്രാവശ്യം ഉണ്ടായിരുന്നു. എന്നാൽ 6 പ്രാവശ്യം നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ബജറ്റിന് മുമ്പേയുള്ള ഒരു മാസത്തെ നിഫ്റ്റിയുടെ ക്ലോസിങ് നെഗറ്റീവ് ആവുക എന്നുള്ളത് പുതിയൊരു കാര്യമൊന്നുമല്ല. ഇതുകൂടാതെ ബഡ്ജറ്റിൻ്റെ ആ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 15 സെഷനിൽ 5 പ്രാവശ്യം ബഡ്ജറ്റിടെ പോസിറ്റീവായിരുന്നു, 10 പ്രാവശ്യം നെഗറ്റീവായിരുന്നു. ആലോചിക്കുക, ബഡ്ജറ്റിന് ഇത്ര വലിയ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന നമ്മൾ ബഡ്ജറ്റിൻ്റെ ദിവസം 10 പ്രാവശ്യം നെഗറ്റീവായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇനി ബഡ്ജറ്റിന് ശേഷമുള്ള ഒരു മാസം എങ്ങനെയായിരുന്നു മാർക്കറ്റ് ബിഹേവ് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു 50-50 എന്നുള്ള അവസ്ഥയാണ് കാണാൻ കഴിയുക. 8 പ്രാവശ്യം പോസിറ്റീവായിരുന്നു, 7 പ്രാവശ്യം നെഗറ്റീവ് ആണെന്ന് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബഡ്ജറ്റിന് മുമ്പേ മാർക്കറ്റ് നെഗറ്റീവ് ആവുക എന്നുള്ളതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ബഡ്ജറ്റിന് ശേഷം മാർക്കറ്റ് പോസിറ്റീവ് ആകാനുള്ള ചാൻസ് 50% ഉണ്ട്. അപ്പോൾ ഒരു ബുൾ റാലി നമുക്ക് ഏത് സമയവും പ്രതീക്ഷിക്കാമെന്ന് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ബുൾ റാലി ഉണ്ടാകാനുള്ള സാധ്യത 50-50 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബഡ്ജറ്റിന് മുമ്പുള്ള ഒരു മാസം പോസിറ്റീവും ബഡ്ജറ്റിന് ശേഷമുള്ള ഒരു മാസവും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്ത 5 സന്ദർഭങ്ങളെ ഈ 15 വർഷത്തെ ബഡ്ജറ്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ ബഡ്ജറ്റിന് മുമ്പുള്ള ഒരു മാസം നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് ബഡ്ജറ്റിന് ശേഷം പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത 2 സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ബഡ്ജറ്റിന് മുമ്പ് ഒരു മാസം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് ബഡ്ജറ്റിന് ശേഷം നെഗറ്റീവായ 3 ബഡ്ജറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ബജറ്റിന് മുമ്പും നെഗറ്റീവ് ബജറ്റിന് ശേഷവും നെഗറ്റീവായിട്ടുള്ള മാസങ്ങളുണ്ടായ 4 വർഷങ്ങളും കടന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ 2022-ലും 2023-ലും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് അടുത്ത കാലത്ത് സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പാസ്റ്റ് ഹിസ്റ്ററികൾ നമുക്ക് നൽകുന്ന സൂചന ബഡ്ജറ്റിന് മുമ്പും ശേഷവും മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു കൃത്യമായ പാറ്റേൺ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ അത്തരത്തിലുള്ള മുൻവിധികൾക്ക് വലിയ അടിസ്ഥാനവുമില്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് അത്രമാത്രം അൺപ്രഡിക്റ്റബിൾ ആണ്. എന്തും ഏത് സമയം സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ നിലവിൽ ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിനെ തിരിച്ച് ഉദ്ധരിച്ചിട്ട്
നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു വലിയ അജണ്ട ആയിരിക്കണമെന്നില്ല. കാരണം നമുക്ക് കാണാൻ കഴിയും, കഴിഞ്ഞ പ്രാവശ്യം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ കാര്യത്തിൽ ഇളവുകളൊന്നും നൽകിയില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ നിരുത്സാഹപ്പെടുന്ന രീതിയിലുള്ള നീക്കങ്ങളുണ്ടായിരുന്നു. അതേപോലെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ നിരുത്സാഹപ്പെടുന്ന രീതിയിലുള്ള നിയമങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊതുജനങ്ങൾ രാഷ്ട്ര നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ട അവരുടെ ഊർജ്ജം ഇങ്ങനെ ഈ സ്റ്റോക്ക് സ്പെക്കുലേഷനിലും അതിൻ്റെ ട്രേഡിലൊക്കെ ഉപയോഗിക്കുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രം പ്രോത്സാഹിപ്പിക്കില്ല. എന്നാൽ ബജറ്റിൽ ഒരു ഗവൺമെൻറ് നോക്കുന്നത് GDP ഗ്രോത്ത് ആണ് പ്രധാനമായിട്ടും. അപ്പോൾ അതിനുവേണ്ടി എടുക്കുന്ന പല തീരുമാനങ്ങളും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ ഈ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ വളരെ വൈഡായിട്ട് വിശ്വസിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇൻകം ടാക്സിൽ ഉണ്ടാകാൻ പോകുന്ന ഇളവുകൾ. അപ്പോൾ 15 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം നേടുന്ന ആ ഒരു സ്ലാബിൽ വരുന്ന ഇൻകം ടാക്സ് പേയേഴ്സിന് തീർച്ചയായിട്ടും ഇളവുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് മൊത്തത്തിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നത്. കൂടാതെ ബേസിക് എക്സംഷൻ ലിമിറ്റ് അത് ഇപ്പോൾ 3 ലക്ഷമാണ്, അത് 5 ലക്ഷമായിട്ട് ഉയർത്താനുള്ള സാധ്യതകളുണ്ടെന്നും പൊതുവെ മാർക്കറ്റ് കണക്കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇളവുകൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് മിഡിൽ ക്ലാസിൻ്റെ ഇടയിലുള്ള ആ ഒരു ബൈങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ, അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എന്തായാലും ഗവൺമെൻറ് നടത്തുമെന്ന് തന്നെയാണ് കണക്കൂട്ടുന്നത്. ഇപ്പോൾ FY 25 റൂറൽ എക്കണോമി കുറച്ച് സ്ട്രെങ്തൻ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അർബൻ എക്കണോമി അല്ലെങ്കിൽ അർബൻ കൺസ്യൂമർ ഗ്രോത്ത് വളരെയധികം സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഹൗസ് ഹോൾഡ് കൺസംഷൻ വർദ്ധിക്കണമെങ്കിൽ ടാക്സ് ഇളവുകൾ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ നല്ല തോതിലുള്ള കാപ്പക്സ് അലോക്കേഷൻ നടത്തേണ്ടി വരും. അപ്പോൾ റിന്യൂവബിൾ സെഗ്മെൻറ്റ് അതുപോലെ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റ് പോലെയുള്ള മേഖലകളിൽ നല്ല തോതിലുള്ള ഇൻസെൻറ്റീവ്സുകൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും വർദ്ധിക്കും. അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ ഗ്രീൻ ടെക്നോളജി പോലെയുള്ള പുതിയ പൊട്ടൻഷ്യൽ സെക്ടറുകൾ അതിൽ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഇങ്ങനെയുള്ള ഒരു സ്പെൻഡിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഇത്തരം നടപടികൾ തീർച്ചയായിട്ടും ബഡ്ജറ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിന്യൂവബിൾ സെഗ്മെൻറ്റ്, ഗ്രീൻ സെഗ്മെൻറ്റ്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെഗ്മെൻറ്റ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പോലെയുള്ള മേഖലകളിൽ തീർച്ചയായിട്ടും നല്ലൊരു കോൺസെൻട്രേഷൻ ഈ ബഡ്ജറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെ GDPയുടെ 1.63% മാത്രമായിരുന്നു FY 2019 ഉണ്ടായിരുന്നത്. അതാണ് വർദ്ധിച്ചിട്ട് ഇപ്പോൾ 3.4 ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. FY 2025 GDPയുടെ 3.4% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ആ ഒരു അലോക്കേഷൻ. അപ്പോൾ ഇത് കാണിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണ്ടി വലിയ തോതിലുള്ള കമ്മിറ്റ്മെൻറ്റ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ആ ഒരു ടാർഗറ്റ് ഏകദേശം 11 ലക്ഷം കോടിയാണ്. അപ്പോൾ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, പ്രത്യേകിച്ച് റെയിൽവേ സെഗ്മെൻറ്റ്, ഇവിടെയുള്ള അലോക്കേഷൻ 15% മുതൽ 20% വരെ എലവേറ്റ് ചെയ്യപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ റോഡ് നെറ്റ്വർക്കുകൾ, അതേപോലെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കുകൾ, അങ്ങനെ ഈ എക്കണോമിക് ഓപ്പറേഷൻ കുറച്ചുകൂടി സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും തീർച്ചയായിട്ടും സർക്കാർ ആരായും അതിൻ്റെ ഭാഗമായിട്ടുള്ള അലോക്കേഷൻസ് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ ബഡ്ജറ്റിൽ അറ്റൻഷൻ നേടാൻ പോകുന്നത് റിയൽ എസ്റ്റേറ്റ് സെക്ടർ ആയിരിക്കും. അപ്പോൾ അവിടെ ഹോം ലോൺ ഫിനാൻസ് സെഗ്മെൻറ്റിൽ വരാൻ പോകുന്ന ചില പ്രഖ്യാപനങ്ങൾ, ചില ടാക്സ് ഇളവുകൾ തീർച്ചയായിട്ടും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിലും വലിയ തോതിലുള്ള പ്രതീക്ഷയാണ് മാർക്കറ്റ് വെച്ച് പുലർത്തുന്നത്. പ്രത്യേകിച്ച് EV വെഹിക്കിളിൽ വാങ്ങാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള കൂടുതൽ ഇൻസെൻറ്റീവുകൾ തീർച്ചയായിട്ടും വരേണ്ടതുണ്ട്. കാരണം EV വെഹിക്കിൾ ഇപ്പോഴും അത് ജനങ്ങളുടെ ഇടയിൽ അത്രമാത്രം അട്രാക്റ്റീവ് ആയിട്ടില്ല. അവർക്കൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ബാറ്ററിയിലൊക്കെയുള്ള അതിൻ്റെ ഹൈ കോസ്റ്റ് അത് കുറച്ച് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല, വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് ന്യൂക്ലിയർ ടെക്നോളജിയിലാണ്. നമുക്ക് വലിയ വൻകിട ന്യൂക്ലിയർ പദ്ധതികളെക്കുറിച്ച് മാത്രമേ അറിയാവൂ. എന്നാൽ പുതിയ കാലത്ത് ചെറിയ ന്യൂക്ലിയർ റിയാക്ടറുകളുടെ പുതിയ മോഡലുകൾ, നെക്സ്റ്റ് ജനറേഷൻ റിയാക്ടറുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഈ റിയാക്ടറുകൾ കൂടുതൽ സേഫ്റ്റിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉള്ള ന്യൂക്ലിയർ ടെക്നോളജിയാണ്. അപ്പോൾ ആ മേഖലയിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഈ ബജറ്റിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ആ മേഖലയിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ടത്. മറ്റൊന്ന് ഡിഫൻസ് സെഗ്മെൻറ്റാണ്. നാച്ചുറലി ഇവിടെ എന്തായാലും അലൊക്കേഷൻ ഉണ്ടാവും. അപ്പോൾ കൂടാതെ നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറേ സെക്ടറുകൾ നമ്മൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യേണ്ടതാണ്. അവിടെയുള്ള സ്റ്റോക്കുകളും ഫോക്കസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ബജറ്റ് ഒരുപക്ഷെ മാർക്കറ്റിൽ ചലനം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ശക്തമായ ഒരു റിലീഫ് റാലി നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും FII തിരിച്ചു വരേണ്ടതുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് തിരിച്ചു വന്നാൽ മാത്രമേ
നല്ലൊരു ബുൾ റാലി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുന്നത് അമേരിക്കൻ മാർക്കറ്റാണ്. ഇപ്പോൾ ട്രംപിൻ്റെ തിരിച്ച് വരവ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഓളം, അതുപോലെ ക്രിപ്റ്റോ കറൻസിയിൽ ഉണ്ടായിട്ടുള്ള ബൂമ്, അതുപോലെ ഈ ഡോളർ വളരെയധികം ആകർഷകമായത്, അമേരിക്കൻ എക്കണോമി തന്നെ വലിയ ആകർഷകമാകുന്നു, അവിടുത്തെ ബോണ്ട് ഈൽഡൊക്കെ വളരെ ആകർഷകമാകുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ഇൻവെസ്റ്റേഴ്സ് അങ്ങോട്ടേക്ക് പോകുന്നതിൽ വലിയ അത്ഭുതമില്ല. കാരണം അവർ ഏതൊരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന് നല്ല രീതിയിലുള്ള റിട്ടേൺ കിട്ടണം. അത് എവിടെ നിന്ന് കിട്ടുന്നോ അവിടത്തേക്ക് സ്വാഭാവികമായിട്ടും ആ ഫണ്ട് ഒഴുകും. അപ്പോൾ അത്തരത്തിൽ ഒരു അട്രാക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവരണമെങ്കിൽ ഈ ബജറ്റിൽ നല്ല രീതിയിലുള്ള അലോക്കേഷൻസ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ മാർക്കറ്റിനെ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു ബഡ്ജറ്റ് കൊണ്ടുവരേണ്ടത് നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യതയാണ്. അപ്പോൾ ഈ ഫെബ്രുവരി 1 വരാൻ പോകുന്ന ഒരു ബഡ്ജറ്റ് തീർച്ചയായിട്ടും ഒരു മേക്ക് ഓർ ബ്രേക്ക് സിറ്റുവേഷൻ ആയിരിക്കും. ഒരു റിലീഫ് റാലി എന്തായാലും ഫെബ്രുവരി മാസം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതെപ്പോൾ ഉണ്ടാവുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാനാവില്ല, എങ്കിലും തീർച്ചയായിട്ടും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള പ്രതീക്ഷ. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനം ക്ഷമയോടെ ഇരിക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും നേട്ടം ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങളുടെ ബജറ്റിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസും മൊത്തത്തിലുള്ള മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻസും തീർച്ചയായിട്ടും പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.